നമസ്കാരം. വി.എസ്. അച്യുതാനന്ദനെക്കുറിച്ചുള്ള അധികം നമ്മൾ കേട്ടിട്ടില്ലാത്ത തരം 2 ഓർമ്മക്കുറിപ്പുകളാണ് നമ്മളിന്ന് ഒന്ന് പരിശോധിക്കുന്നത്. അതെ. ഒരു രാഷ്ട്രീയ നേതാവ് എന്നതിനപ്പുറം അദ്ദേഹത്തിന്റെ വ്യക്തിജീവിതത്തിലെ ചില ഏടുകൾ, ഈ വിവരണങ്ങൾ, അതാണ് നമുക്ക് മുന്നിൽ വെക്കുന്നത്. നമുക്ക് നോക്കാം ഇതിലൂടെ പോകുമ്പോൾ എന്താണ് നമുക്ക് പ്രധാനമായി തോന്നുന്നതെന്ന്. തീർച്ചയായും. ഈ പറയുന്ന ഓർമ്മക്കുറിപ്പുകളുണ്ടല്ലോ, അത് വെറും രാഷ്ട്രീയം മാത്രമല്ല. ഒരു വ്യക്തി, ഒരു നേതാവ് എന്ന നിലയിലൊക്കെ അദ്ദേഹത്തിന്റെ ഒരു സ്വാധീനം അത് എങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ഇത് സഹായിക്കും. ശരിയാണ്. അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ സമൂഹത്തിൽ എങ്ങനെയൊക്കെയാണ് പ്രതിഫലിച്ചതെന്നും ഒരുപക്ഷെ നമുക്കിതിൽ കാണാൻ പറ്റും. അതെ. അപ്പൊ ആദ്യത്തെ വിവരണം അത് പി. വിജയൻ IPS പങ്കുവച്ചതാണ്. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്, നമ്മൾ SPC എന്ന് പറയില്ലേ, SPC. മുഖ്യമന്ത്രി അച്യുതാനന്ദൻ കൊടുത്ത ഒരു പിന്തുണ അതില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത് നടക്കുമായിരുന്നില്ല എന്നാണ് വിജയൻ പറയുന്നത്. ഓഹോ. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇന്ന് ഇന്ത്യയിൽ മൊത്തം ഏകദേശം 13,000 സ്കൂളുകളിൽ ഒരു 15 ലക്ഷം കുട്ടികളുണ്ട് ഈ പദ്ധതിയിൽ. കേരളത്തിൽ മാത്രം 1 ലക്ഷത്തോളം വരും. വലിയ സംഖ്യയാണല്ലോ അത്. അതെ. വിദേശ രാജ്യങ്ങൾ പോലും ഇതിനെക്കുറിച്ച് പഠിക്കാൻ വരുന്നുണ്ട് എന്നുള്ളത് അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ ഒരു കൗതുകമുള്ള കാര്യം എന്താന്ന് വെച്ചാൽ, ഒരു പദ്ധതിയുടെ വിജയത്തിന് പിന്നിൽ ആ ഒരു വ്യക്തിപരമായ പ്രേരണ, പിന്തുണ അത് എത്രത്തോളം പ്രധാനമാണെന്നതാണ്. അല്ലേ? ശരിയാണ്. ഒരു സംസ്ഥാനത്ത് തുടങ്ങിയ ഒരു സംരംഭം അത് നാഷണൽ ലെവലിൽ ശ്രദ്ധ നേടുന്നു, അന്താരാഷ്ട്ര തലത്തിൽ വരെ മാതൃകയാകുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ തുടക്കത്തിലെ ആ ഒരു ഊർജം അത് വളരെ വലുതായിരുന്നു എന്ന് ഈ വിവരണം പറയുന്നുണ്ട്. അതെ. ആ വിവരണത്തിൽ തന്നെ അദ്ദേഹം വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അച്യുതാനന്ദന് 87 വയസ്സുള്ളപ്പോ ശബരിമലയിൽ വന്ന ഒരു സംഭവം. 87 വയസ്സിലോ? അതെ. അന്ന് ഡോളിയുടെ സഹായമൊന്നും വേണ്ടെന്ന് വെച്ച് മുണ്ടും മടക്കി കുത്തി അദ്ദേഹം ഒറ്റയ്ക്ക് മല കയറിയെന്നാണ് പറയുന്നത്. അത്ഭുതം തന്നെ. ആ പ്രായത്തിൽ മറ്റൊരാളുടെ സഹായമില്ലാതെ ഒരു മല കയറുന്നത് കണ്ടപ്പോ താനും കൂടെയുണ്ടായിരുന്ന സഹപ്രവർത്തകരും ശരിക്കും അത്ഭുതപ്പെട്ടുപോയി. അതൊരു വലിയ പാഠമായിരുന്നു എന്ന് പി. വിജയൻ എഴുതുന്നുണ്ട്. ഇത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഒരു അച്ചടക്കം, ആ ഒരു ഇച്ഛാശക്തി, അതിന്റെ ഒരു ഉദാഹരണമാണ്, അല്ലേ? തീർച്ചയായും. പൊതുപ്രവർത്തനത്തിൽ മാത്രമല്ല, വ്യക്തിജീവിതത്തിലും അദ്ദേഹം പുലർത്തുന്ന ആ ഒരു ചിട്ട, ഒരു കണിശത, അത് മറ്റുള്ളവർക്ക് എത്രത്തോളം പ്രചോദനമാകുമെന്നതിന്റെ ഒരു സൂചനയാണ് ഇത് നൽകുന്നത്. പ്രായത്തെ വെല്ലുന്ന ആ ഒരു ഊർജം, അത് അദ്ദേഹത്തിന്റെ ഒരു വ്യക്തിത്വത്തിന്റെ ഭാഗം തന്നെയായിരുന്നു എന്ന് വേണം ഈ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ. ഈ ഇച്ഛാശക്തിയുടെ ഒരു പക്ഷേ ഇതിലും അവിശ്വസനീയമായ ഒരു തലം, അതാണ് നമ്മൾ അടുത്ത കുറിപ്പിൽ കാണാൻ പോകുന്നത്. മറ്റേ സംഭവമല്ലേ? അതെ. മരിച്ചെന്ന് കരുതി പോലീസ് ചാക്കിൽ കെട്ടിക്കൊണ്ടുപോയ ഒരു സംഭവം. ശരിക്കും അത് വായിക്കുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പ്രയാസം തോന്നും. കൂടെയുണ്ടായിരുന്ന ഒരു മോഷണ കേസ് പ്രതി, കോലപ്പൻ എന്നു പേരുള്ള ഒരാൾ, അയാളാണ് ഈ ചാക്കിലൊരു അനക്കമുണ്ടെന്ന് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ഓഹോ. അയാളുടെ നിർബന്ധം കാരണമാണ് ആശുപത്രിയിൽ എത്തിക്കുന്നത്. അവിടെ ചെന്നപ്പോഴാണ്, ഡോക്ടർമാര് നോക്കുമ്പോഴാണ് ജീവനുണ്ടെന്ന് മനസ്സിലാക്കുന്നത്. ഡോക്ടർമാര് പോലീസിനെ ശകാരിച്ചു എന്നും പറയുന്നു. അവിശ്വസനീയം. തോൽക്കാൻ മനസ്സില്ലാത്തൊരു പോരാളിയുടെ പുനർജന്മമായിരുന്നു അത് എന്നാണ് ആ കുറിപ്പിൽ പറയുന്നത്. എന്തൊരു അനുഭവമാണത് ശരിക്കും. ഇവിടെ നമ്മൾ കാണുന്നത് നേരത്തെ പറഞ്ഞ SPC പോലൊരു പദ്ധതിക്ക് പിന്നിലെ ആസൂത്രകനെയോ ഭരണാധികാരിയോ അല്ല, മറിച്ച് പ്രതികൂല സാഹചര്യങ്ങളോട് പൊരുതി നിൽക്കുന്ന അതിജീവനത്തിന്റെ ഒരു അങ്ങേയറ്റത്തെ ഒരു പോരാളിയെയാണ്. അതെ. ഈ കാരിരുമ്പിന്റെ കരുത്തുള്ള ഒറ്റച്ചങ്കൻ, മണ്ണിനും മനുഷ്യനും കാവലായി മാറിയവൻ എന്നൊക്കെ പറയുന്ന വിശേഷണങ്ങളുണ്ടല്ലോ, അതൊക്കെ വെറും രാഷ്ട്രീയ അലങ്കാര വാക്കുകളല്ല. ഒരുപക്ഷെ ഇതുപോലുള്ള അനുഭവങ്ങളുടെ തീവ്രതയിൽ നിന്ന്, അതിൽ നിന്ന് രൂപപ്പെട്ടതാവാം. ശരിയാണ്. ഒരേ സമയം ഒരു ഭരണതന്ത്രജ്ഞനും ഇതുപോലെ ഒരു പോരാളിയും എങ്ങനെ ഒരാളിൽ ഒന്നിക്കുന്നു എന്നത് അത്ഭുതം തന്നെ. അതെ. ആ കുറിപ്പ് അവസാനിക്കുന്നത് എങ്ങനെയാണ്? അദ്ദേഹം ഇവിടെ ഉണ്ടെന്ന തോന്നൽ മതിയായിരുന്നു 10,000-ങ്ങൾക്ക് ധൈര്യം പകരാനും. ആ പ്രതീക്ഷകളാണ് ഇന്ന് അസ്തമിച്ചതുമാണെന്ന്. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഒരു നേതാവിന്റെ വെറും സാന്നിധ്യം, അത് ജനങ്ങൾക്ക് നൽകുന്ന ഒരു ധൈര്യം, ഒരു പ്രത്യാശ, അത് എത്ര വലുതാണെന്ന് ഈ വാചകം പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ആ സാന്നിധ്യം മാത്രമാത്ര വലിയൊരു ധൈര്യമാകുന്നത്? അത് ഒരു നേതാവിൽ ജനങ്ങൾക്കുള്ള ഒരു വിശ്വാസമാണ്. ആ വിശ്വാസമുണ്ടാകുന്നത് വെറും പ്രസംഗം കേട്ടിട്ടോ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾ കണ്ടിട്ടോ മാത്രമല്ല. ശരിയാണ്. മറിച്ച്
പ്രതിസന്ധി ഘട്ടങ്ങളിൽ എടുക്കുന്ന നിലപാടുകൾ, പിന്നെ ഇതുപോലുള്ള വ്യക്തിപരമായ അനുഭവങ്ങളിലെ ആ ഒരു കരുത്ത്, സാധാരണക്കാരോടുള്ള ഒരു സമീപനം, ഇതെല്ലാം കൂടിച്ചേർന്നാണ് അങ്ങനെയൊരു നേതാവ് രൂപപ്പെടുന്നത്. അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിന്നപ്പോഴും ആ ഒരു ധൈര്യം ഇവിടെ നിലനിന്നു എന്നത് നമ്മൾ ഓർക്കണം. അപ്പോ ഈ രണ്ട് ഓർമ്മക്കുറിപ്പുകളിലൂടെ നമ്മൾ കണ്ടത്, ഒന്ന് ദീർഘവീക്ഷണത്തോടെ പദ്ധതികൾക്ക് തുടക്കമിട്ട ഒരു ഭരണാധികാരി, പിന്നെ വ്യക്തിപരമായ നിഷ്ഠയിലൂടെ മാതൃകയായ ഒരാള്, അതോടൊപ്പം മരണത്തെ മുഖാമുഖം കണ്ട് തിരിച്ചുവന്ന ഒരു പോരാളി. ഇങ്ങനെ പല അടരുകളുള്ളൊരു ചിത്രമാണ് നമുക്ക് കിട്ടുന്നത്. അതെ, ഈ രണ്ട് വ്യത്യസ്ത അനുഭവങ്ങൾ ഒരു നേതാവിനെക്കുറിച്ചുള്ള ഒരുപക്ഷെ നിങ്ങളുടെയൊക്കെ ധാരണയെ എങ്ങനെയായിരിക്കും സ്വാധീനിച്ചിട്ടുണ്ടാവുക? ഈ ഓർമ്മകൾ പങ്കുവച്ചവർക്ക് അദ്ദേഹം എങ്ങനെ അനുഭവപ്പെട്ടു എന്നതിനപ്പുറം, ഈ വ്യത്യസ്ത മുഖങ്ങൾ ഒരുമിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് സ്വന്തമായി രൂപപ്പെടുന്ന ഒരു ചിത്രം എന്തായിരിക്കും? ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ